சிறகடிக்கும் ஆசை முத்து முத்து ஆசை முடிந்து விட்ட ஆசை வெண்ணிலவு தொட்டு முத்தமிட ஆசை என்னை இந்த பூமி சுற்றி வர ஆசை சின்ன சின்ன ஆசை சிறகடிக்கும் ஆசை மாறிவிட ஆசை தென்றலை கண்டு மாலையிட ஆசை மேகங்கள் எல்லாம் தொட்டுவிட ஆசை சோகங்கள் எல்லாம் விற்றுவிட ஆசை காக்குழலின் உலகை கட்டிவிட ஆசை சின்ன சின்ன ஆசை சிறகடிக்கும் ஆசை முத்து முத்து ஆசை முடிந்து விட்ட ஆசை வெண்ணிலவு தொட்டு முத்தமிட ஆசை என்னை இந்த பூமி சுற்றி வர ஆசை சின்ன சின்ன ஆசை சிறகடிக்கும் ஆசை முத்து முத்து ஆசை முடிந்து விட்ட ஆசை வயலாடி நாற்று நட ஆசை மீன் பிடித்த மீன் ஆற்றில் விட ஆசை வானவெளி கொஞ்சம் கொடுத்துக்கொள்ள ஆசை பனித்துளிக்குள் நானும் படுத்துக்கொள்ள ஆசை சித்திரைக்கும் மேலே சீலம் கட்ட ஆசை சின்ன சின்ன ஆசை சிறகடிக்கும் ஆசை முத்து முத்து ஆசை முடிந்து விட்ட ஆசை வெண்ணிலவு தொட்டு முத்தமிட ஆசை என்னை இந்த பூமி சுற்றி வர ஆசை சின்ன சின்ன ஆசை சிறகடிக்கும் ஆசை முத்து முத்து ஆசை முடிந்து விட்ட ആസை. നമസ്കാരം, ഗുഡ് ഈവനിങ് ഗൾഫിൻ്റെ ഇന്നത്തെ എപ്പിസോഡിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. താഴെ കാണുന്ന നമ്പറിൽ എല്ലാവർക്കും വിളിക്കാം. 0588041310 എന്ന നമ്പറിലേക്ക് വിളിക്കുക. ഇന്ന് നമ്മുടെ കൂടെ ജോയിൻ ചെയ്യുന്നത് മറന്നുപോയി പേര് ജെമി. എന്തുണ്ട് വിശേഷം? സുഖമായിരിക്കുന്നത്? നാട്ടിലെവിടെയാ? നാട്ടിലെ ഞങ്ങൾ എറണാകുളമാണ്. ഇവിടെ വന്നപ്പോൾ ഈ പേടിയൊന്നും ഇല്ലായിരുന്നല്ലോ, ഭയങ്കര സ്മാർട്ടായിരുന്നല്ലോ. ഇപ്പം എന്ത് പറ്റി? ആ പാടി തീർന്നതിന്റെ ഒരു ഷോക്കാണോ എന്താണ്? ഇല്ല, ജസ്റ്റ് ലൈവ് ആണെന്ന് പറഞ്ഞു കഴിഞ്ഞപ്പോഴത്തേനും പെട്ടെന്ന് ചെറിയ രീതി. ആര് പറയുന്നത് ലൈവ് ഒന്നുമല്ല, നമ്മൾ മാത്രമേ ഉള്ളൂ. ക്യാമറ പോലും ഒന്നും കാണുന്നില്ല. രഹസ്യം പറഞ്ഞാട്ടാ, ഇവിടെ ആരും കാണുന്നില്ല. ഇത് റെക്കോർഡാണ് കേട്ടാ. വിശ്വസിച്ചു? ഇല്ല, റെക്കോർഡാണെങ്കിലും നമ്മുടെ UAE-യിലും സൗദിയിലും ഖത്തറിലുള്ള എല്ലാ ആൾക്കാരും ഇത് കണ്ടുകൊണ്ടിരിക്കുകയാണ്. ജെമി ഇപ്പോൾ പാടിയതെല്ലാവരും നല്ല വോയിസ്, നന്നായിട്ട് പാടി. പിന്നെ വേറൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ വന്നിട്ടുള്ള ഒരു 85% ലേഡീസ് ഈ പാട്ട് പാടാതെ പോയിട്ടില്ല.
കേട്ടോ. അത് കേൾക്കുമ്പോൾ എൻ്റെ ഒരു അവസ്ഥ എന്ന് വെച്ചാൽ ഒരു പാട്ട് എത്ര പ്രോളം ഇങ്ങനെ പാടും, അതാണ് എനിക്ക് പാട്ട് ബൈഹാർട്ടായി. പക്ഷെ വേറൊരു കാര്യമുണ്ട്, ഈ പാട്ട് ഞാൻ ഇവിടെ വന്നപ്പോൾ ആദ്യം പാടിയ പാട്ട് ഞാനിത് തന്നെയാണ്. അതായത് ഈ പാട്ടെന്ന് പറയുന്നത് എല്ലാവർക്കും ഇഷ്ടമുള്ള ഒരു പാട്ടുമാണ്, അതുപോലെ തന്നെ കംഫർട്ടബിൾ ആയിട്ട് പാടാൻ പറ്റുന്ന ഒരു പാട്ട്. അപ്പൊ ആദ്യമായിട്ട് പാടുമ്പോൾ കംഫർട്ടബിൾ ആയിട്ട് ഒരെണ്ണം എടുക്കണമല്ലോ, അതായിരിക്കാം എല്ലാവരും അത് എടുക്കുന്നത്. നല്ലൊരു പാട്ടാണിത്. റോജ എന്ന മൂവിയിലെ നല്ലൊരു ആദ്യം സുജാത ചേച്ചി പാടിയ പാട്ട്, മിന്മിനി പാടിയ പാട്ടാണ്. അപ്പോൾ താഴെ കാണുന്ന നമ്പറിൽ വിളിച്ചിട്ട് 8ന്റെ പണി കൊടുക്കുക, അതായത് പാട്ടിന്റെ 8ന്റെ പണി കൊടുക്കുക കേട്ടോ. ഇങ്ങനെ ഇവിടെയൊക്കെയുള്ള ചില ആചാരങ്ങളൊക്കെ ഉണ്ട്. എന്നെ കൊണ്ട് പറ്റുന്ന പാട്ടുകൾ ഞാൻ പാടാം, അറിയാവുന്നത് ഞാൻ പാടാം. പക്ഷെ ഞങ്ങൾ അങ്ങനെ അല്ല ചോദിക്കുന്നത്, അറിയാത്ത ക്വസ്റ്റ്യൻസ് ഞങ്ങൾ ചോദിക്കത്തുള്ളൂ. അറിയാവുന്ന ചോദിച്ചത് എളുപ്പമായി പോകില്ലേ? ഓക്കെ, അപ്പം നമ്പർ മറക്കണ്ട. താഴെ കാണുന്ന നമ്പറിലേക്ക് നിങ്ങൾക്ക് പാടാൻ ആഗ്രഹമുണ്ടെങ്കിൽ 2 വോയിസ് ക്ലിപ്പ് അയക്കുക, വിത്ത് കരോക്കെ ഓർ വിത്തൗട്ട് കരോക്കെ. വിത്തൗട്ട് കരോക്കെ ആണെങ്കിലും വിത്ത് കരോക്കെ ആണെങ്കിലും എഫക്ട്സ് ഒന്നും ഇടാതെ പ്ലെയിൻ ആയിട്ട് നിങ്ങൾ ടി വിയിൽ മുന്നിലിരിക്കുമ്പോഴോ അല്ലെങ്കിൽ കിച്ചണിൽ ഇരിക്കുമ്പോഴോ ഒക്കെ പാടി നിങ്ങൾക്ക് ഇടാവുന്നതാണ്. അപ്പോൾ സെക്കൻഡ് സോങ്ങിലേക്ക് പോയാലോ? അതെ, പോകാം. ഞാനൊരു പാട്ട് പാടിക്കോട്ടെ? അല്ലേ വേണ്ട, പാടിക്കോ. ഏത് പാട്ടാ? ഞാൻ കോഹിനൂർ എന്ന് പറഞ്ഞ മൂവിയിലെ ഹേമന്തം എന്ന് പറഞ്ഞ, അത് മെയിൽ വോയിസ് ആണ്. ഇവിടെ വരുന്ന പല മെയിൽ സിംഗേഴ്സും ഫീമെയിൽസ് പാടിയ പാട്ടുകൾ എടുത്ത് പാടും. ഫീമെയിൽ ആണെങ്കിൽ മെയിൽ, അതിപ്പോ അതൊരു ട്രെൻഡായി മാറിയിരിക്കുകയാണ് ശരിക്കും പറഞ്ഞാൽ. അല്ല, ചില പാട്ടുകൾ നമുക്ക് കേൾക്കാൻ ഒത്തിരി ഇഷ്ടമുള്ള പാട്ടുകൾ ഉണ്ടാവുമല്ലോ. ഞാനൊരു പാട്ട് പറയട്ടെ, പാടുവോ? അറിയാവുന്നതാണെങ്കിൽ ഞാൻ പാടാം. 8ന്റെ പണിയാ. അയ്യോ, പാടുവോ ഇല്ലെന്ന് ഇപ്പൊ പറയണം. നോക്കാം. ഗംഗേ. അയ്യോ, അത്ര റേഞ്ച് എനിക്കില്ല. അല്ല, എന്ത് കോൺഫിഡൻസ് ആയിട്ടോ ഞാൻ ഇപ്പൊ പാടുമെന്ന് വിചാരിച്ചു. ഗംഗയെ പാടിയാലോ? ഗംഗേ, അയ്യോ, അയലത്തെ വീട്ടിലെ ഗംഗ ഓടി വരുന്നത്. ഇനി ഏത് പാട്ടാണ്? കോഹിനൂർ എന്ന സിനിമയിലെ ഹേമന്തമേ. പോകാം. ശരി. എനിക്കൊന്ന് വെള്ളം കുടിക്കാൻ പറ്റും?
സരി കണ്ണിലായിരം നെടുതിരി മിന്നിടുന്ന പോ മെല്ലെ വന്നു നീ ചിരിമലരാഗ്യമേഘവേ നിൻ ശിശിരങ്ങളിലെ പെയ്ത പുലർവേളയിൽ ഞാൻ മഴവില്ലിനിതളായി മാറും മിന്നൽ കൺചിമ്മും താരം പോലെ എന്നെ ചേരാമോ എന്നും കണ്ണേ ഹേമന്തമിൻ കൈക്കൊമ്പിളിൽ തൂവും നിലാപ്പൂവു നീ പൂങ്കാറ്റുപോലുള്ളിലെ പൂഞ്ചില്ല തേടുന്നു ഞാനിതാ കിളിപാടുന്ന പാട്ടിന്റെ കാതിൽ കളിയോടുന്നു നിൻ വാക്കുപോലെ ആദിലോലം ആനുരാഗത്തിൽ മാറിയോ ജെമി എന്നാണ് പേര് അല്ലേ? അല്ലേ ജെനീന്നായിരിക്കും കൂടുതൽ ആ കേട്ടിട്ടുള്ളത്. അതാണ് ജെനി എന്നാണോ? അതെ, എൻ്റെ പാരൻസിന്റെ പേര് ജോസഫ് ആൻഡ് മറിയാന്ന്, അപ്പൊ അത് കൂട്ടിയിട്ടതാണ് ജെമി. ജെമി. ആ ജെനി ജെനി എന്നാണ്. പക്ഷെ ഇവിടെ വിഷ്ണു പറഞ്ഞപ്പോഴും ഞാൻ ജെനി എന്നാണ് അതെ. കേട്ടത്. ഓക്കെ, നാട്ടിൽ എവിടെയാണെന്നാ പറഞ്ഞ? എറണാകുളം എന്നാണ് പറഞ്ഞത്. പറഞ്ഞായിരുന്നു അല്ലേ? അതെ, പറഞ്ഞായിരുന്നു. ഞാൻ എന്തെങ്കിലും പെട്ടെന്ന് മറന്നു പോണേ. എറണാകുളത്ത് എവിടെയാ? എറണാകുളം എന്നെ കല്യാണം കഴിച്ചിരിക്കുന്നത് പുത്തൻവേലിക്കര എന്ന് പറഞ്ഞ സ്ഥലത്തേക്കാണ്. കല്യാണം കഴിച്ചാണ്. കണ്ടാ പറ്റില്ല. എനിക്ക് 2 മക്കളുണ്ട്. അടുത്ത കോംപ്ലിമെന്റിന് വേണ്ടിയിട്ടായിരിക്കും അത് പറഞ്ഞത്. കല്യാണം കഴിഞ്ഞാന്ന് പറഞ്ഞപ്പോ ഞാൻ പറഞ്ഞു കണ്ടാ പറയൂലോ കേട്ടോ എന്ന് പറഞ്ഞപ്പോ അടുത്ത എനിക്ക് 2 മക്കളുണ്ട്. അടുത്ത കോംപ്ലിമെന്റ് ആയിക്കോട്ടെ, കണ്ടാ പറയും കല്യാണം കഴിച്ച പിള്ളേരുണ്ടെന്ന്. ഓക്കെ, പക്ഷെ പറയില്ല കേട്ടോ. സോറി. എനിവേ മക്കളുടെ പേരൊക്കെ പറയും. എന്റെ മക്കളുടെ പേര് ഹന്ന ആൻഡ് ജോവാൻ. ഹസ്ബൻഡിന്റെ പേര് ലിബിൻ. അവരൊക്കെ എത്രാം ക്ലാസ്സിലാ? ഹന്ന ഇപ്പം KG 2-ലേക്ക്, അയ്യടാ. ജോവാൻ ഇപ്പൊ 4th സ്റ്റാൻഡേർഡിലേക്ക്. പുറത്തിരിപ്പുണ്ട് അല്ലേ? ഉണ്ട്. ആ ഓക്കെ ഫൈൻ. ഇതൊക്കെ ചുമ്മാ തമാശക്കാരാണ്. ഹസ്ബൻഡിന്റെ പേര് പറഞ്ഞില്ല. വീട്ടിലോട്ട് ചെല്ലുമ്പോൾ ലിബിൻ. ഓക്കെ, നോക്കാം. നേരത്തെ ഞാൻ ഒരു പാട്ട് ഞാൻ പാടട്ടെ എന്ന് ചോദിച്ചപ്പോൾ എന്നോട് പറഞ്ഞു ആ പാടിക്കും. എന്തൊരു സമാധാനമായിരുന്നു അത് കേട്ടപ്പോൾ അല്ലേ. കുറച്ച് റെസ്റ്റ് എടുക്കാമെന്ന് വിചാരിച്ച്. അത് മനഃപൂർവ്വം ഞാൻ പറഞ്ഞതാ. ഓക്കെ.
ഇത് ഏത് സിനിമയിലെ പാട്ടാണെന്നറിയോ? ക്വസ്റ്റ്യൻ നമ്പർ 1. മദനോത്സവം അല്ലേ? ആര് പറഞ്ഞു? അല്ലേ? ആര് പറഞ്ഞു? മദനോത്സവം എന്നുള്ളതാണ് എൻ്റെ ഒരു ഓർമ്മ. ആണ്. കമൽഹാസന്റെ മൂവി അല്ലേ? ഓർമ്മ ശരിയാണ്. ഓർമ്മ ഉണ്ടെങ്കിൽ അത് ശരിയാണ്. അതിലെല്ലാ പാട്ടും. അതിനകത്ത് വേറൊരു പാട്ടുണ്ട്. അത് മിക്കവാറും സ്റ്റേജുകളിൽ ലേഡീസ് പാടുന്ന ഒരു പാട്ടായിരുന്നു ഒരു കാലത്ത്. ഇപ്പൊ അത് നിർത്തി കേട്ടോ, ആൾക്കാർ പറഞ്ഞ് നിർത്തി. പക്ഷെ ആ പാട്ട് ഭയങ്കര ഫീലാണ് അല്ലേ? ഭയങ്കര ഫീലാണ്. അതിപ്പോഴും എനിക്ക് ഏറ്റവും കൂടുതൽ പാടാൻ ഇഷ്ടമുള്ളൊരു പാട്ടാണ്. നല്ല ഫീലുള്ളൊരു പാട്ടാണ്. പക്ഷേ അത് ആൾക്കാരൊക്കെ പറഞ്ഞ് ആ സന്ധ്യ കണ്ണീര് തന്നെ എന്നുള്ള പാട്ട് ഇപ്പം മതി, കണ്ണീര് മതി എന്ന് പറഞ്ഞിട്ട് അത് നിർത്തി. എന്തായാലും എനിവേ അടുത്ത പാട്ടിലേക്ക് അങ്ങനെ അങ്ങോട്ട് ഇതായിട്ട് നിൽക്കണ്ട കേട്ടോ. എത്ര പാട്ട് എടുത്ത് വെച്ചിട്ടുണ്ട് മൊത്തം? ഞാനൊരു 5-6 പാട്ട് ഉണ്ട്. അപ്പൊ പെട്ടെന്ന് നമുക്ക് പാട്ടിലേക്ക് പോകാം. ഏത് പാട്ടാണ് അടുത്തത്? ഇനി അടുത്തത് യേശുദാസ് സാറിന്റെ ഒരു പാട്ടാണ്. സുജാത മാമും പാടിയിട്ടുണ്ട്. കൗരവർ എന്ന് പറഞ്ഞ മൂവിയിലെ പോവാം. അതും മെയിൽ വോയിസ് ആണ്. പക്ഷെ മെയിലാണ് കൂടുതലുള്ളത്. ഫിലിമില് മെയിൽ വോയിസ്. ഓക്കെ, പോവാം. ശരി.
സൂപ്പറായിട്ട് പാടി കേട്ടോ. നല്ല രസം. എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ളൊരു പാട്ടായിരുന്നു. നല്ല സുഖമായി പാട്ട് പാടാൻ ശരിക്കും പറയാം. മക്കൾക്കൊക്കെ പാടിക്കൊടുക്കാൻ പറ്റിയ ഒരു പാട്ടല്ലേ. എനിക്ക് ഈ പാട്ടിനോടൊരു പ്രത്യേക ഇഷ്ടമുണ്ട്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ആഫ്റ്റർ 15 years ഞാനിവിടെ UAE വന്നിട്ട് 15 വർഷം കഴിഞ്ഞിട്ടാണ് എൻ്റെ ഒരു മ്യൂസിക് റീസ്റ്റാർട്ട് ചെയ്യുന്നത്. ആ സമയത്ത് ആ സ്റ്റേജിൽ പാടിയ ആദ്യത്തെ പാട്ടത്. അങ്ങനെ എനിക്ക് ഈ പാട്ട് എപ്പോഴും കേൾക്കുമ്പം അത് വരും. ഒരു 15 വർഷം ഗ്യാപ്പിന് ശേഷം ഫസ്റ്റ് പാടിയൊരു പാട്ടാണ് സ്റ്റേജിൽ പാടിയത്. ഈ പാട്ടായിരുന്നു ഞാൻ പാടിയത്. അപ്പം ഞാൻ അവിടെ നിന്നുകൊണ്ട് കേൾക്കായിരുന്നു. എന്ത് രസമായിട്ടാണ് പാടിയതറിയാം. നല്ല വോയിസ് കേട്ടോ. പാട്ട് പഠിച്ചിട്ടുണ്ടാവുമല്ലോ ഓഫ് കോഴ്സ്. ഞാൻ ചെറുപ്പത്തിൽ ഒരു 9 വർഷം ഞാൻ ചൈൽഡ്ഹുഡ് തൊട്ട് പഠിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ ഓഫ് കോഴ്സ് 10th ആവുമ്പോ നമുക്ക് പറ്റില്ല. അതെന്താണ് എല്ലാവരും 10ാം ക്ലാസ്? അതെ, അതെന്ന് വെച്ചാൽ എല്ലാ പാരന്റ്സ് അയ്യോ 10ാം ക്ലാസ് ടേണിംഗ് പോയിന്റ് ആണല്ലോ നമ്മുടെ അന്നത്തെ കാലത്ത്. ഇപ്പൊ ഇന്നത്തെ കാലത്ത് അങ്ങനെയല്ല. പിന്നെ അങ്ങോട്ടെല്ലാം ടേണിംഗ് പോയിന്റ് ആയിരുന്നു. അത് കഴിഞ്ഞ് ഇപ്പൊ ഞാൻ റീസ്റ്റാർട്ട് ചെയ്തു. ഇപ്പം ഞാൻ പ്ലേ ബാക്ക് സിംഗർ വിനീതയാണ് എൻ്റെ ടീച്ചർ. നമ്മുടെ ദ്രോണ എന്ന് പറഞ്ഞ മൂവിയിലെ അഞ്ചി കൊഞ്ചാതടി എന്ന് പറഞ്ഞ പാട്ട് പാടിയത് മാമാണ്. വിനീത ഇവിടെ വന്നിട്ടുണ്ട്. ആണോ? സ്റ്റേജ് പാടിയിട്ടുണ്ട്. വിനീതയും വിവേകാനന്ദോട് ഓക്കെ. ഡോക്ടർ വിനീത റൈറ്റ്? ഡോക്ടർ അല്ലേ വിനീത? മറ്റേ ഐഡിയ സ്റ്റാർ സിംഗർ വന്നതല്ലേ? അതല്ല, ഇത് പ്ലേ ബാക്ക് സിംഗർ പുള്ളിക്കാരി. ചെന്നൈയിൽ സെറ്റിൽഡ് ആണ്. ഓക്കെ. ഞാൻ ഉദ്ദേശിച്ചത് നമ്മുടെ ഒരു ഫേമസ് സോങ് ഇല്ലേ അത് പാടിയത് മാം. പിന്നെ ഇതൊക്കെ മാമിന്റെ മെയിൻ ആയിട്ടുള്ളത്. അത് ശരി. ഓക്കെ. എനിവേ പോട്ടെ, അതൊക്കെ പോട്ടെ. പ്രൊഫഷൻ എന്താണ്? ഞാൻ നഴ്സാണ്. വർക്ക് ചെയ്യുന്നത് പ്രൈം ഹോസ്പിറ്റലിലാണ്. ICU സ്റ്റാഫാണ്. ICU സ്റ്റാഫ് എന്ന് പറയുമ്പോൾ ഞാനൊരു കാര്യം, എപ്പോഴെങ്കിലും ഒരു പാനിക് ആയ സിറ്റുവേഷൻ ഉണ്ടോ? എപ്പോഴെങ്കിലും ലൈഫ് നമ്മള് പാനിക് ആവുന്നതാണോ? അവര് പാനിക് ആവാ. അവര് എപ്പോഴും ഓൾവേസ് ICU കിടക്കുന്നത് എപ്പോഴും നമ്മള് സിറ്റുവേഷൻ വരുമ്പം പാനിക് ആവുക എന്നുള്ളത് സ്വാഭാവികമാണ്. പക്ഷെ പാനിക് ആവാതെ കാര്യങ്ങൾ ചെയ്യുക എന്നുള്ളതാണ് നമ്മൾ ട്രെയിൻ ചെയ്യുന്നത്. എന്നാലും നഴ്സുമാർക്ക് അങ്ങനെ ഒരു ട്രെയിനിങ്ങും ഒക്കെ ഒരു മനധൈര്യം ഒക്കെ ഉള്ള ഒരു കൂട്ടരാണ് നിങ്ങൾ. മാലാഖകളാന്ന് പറയും. പക്ഷെ ചില എപ്പോഴെങ്കിലും അങ്ങനെ ഒരു സിറ്റുവേഷൻ അയ്യോ എന്ന് വെച്ചാൽ ദൈവമേ എന്ന് വിളിച്ചൊരു സിറ്റുവേഷൻ ഉണ്ടോന്ന് ചോദിച്ചു. ഉറപ്പായിട്ടും ഉണ്ട്. കാരണം അത് കൂടുതലും നമ്മൾ ഈ എംപതറ്റിക് ആയിട്ടുള്ള കുറെ സിറ്റുവേഷൻ വരും. നമ്മൾ ഇവരെ കാണുമ്പോൾ നമ്മൾ നമ്മുടെ ലൈഫായിട്ടാണ് ഇത് കമ്പയർ ചെയ്യുന്നത്. അപ്പം അറിയാലോ, ഡെത്തും കാര്യങ്ങളും ഒക്കെ വരുമ്പോൾ നമ്മൾക്ക് ഒത്തിരി മെന്റലി നമ്മൾ അത് ശരിക്കും ഭയങ്കര ഒരു വെല്ലുവിളി തന്നെയാണ് ശരിക്കും. പക്ഷെ അതിനെയൊക്കെ നമ്മൾ കോപ്പപ്പ് ചെയ്ത് പോകും. ശരിക്കും പറഞ്ഞാൽ നമ്മൾ ആ ഒരു സിറ്റുവേഷനിലേക്ക് കിടക്കുമ്പോൾ ഏതൊരു പേഷ്യൻ്റ് ആണെങ്കിലും നിങ്ങളാണ് നമ്മുടെ ദൈവം. ശരിക്കും പറഞ്ഞാൽ ഡോക്ടേഴ്സും നഴ്സും നിങ്ങളാണ് നമ്മളെ ഇതിനെ ടേക്ക് കെയർ ചെയ്യുന്നത്. നിങ്ങൾ തന്നെയാണ്. അപ്പം ശരിക്കും നമ്മുടെ മുന്നിൽ നിങ്ങളാണ് ദൈവമായിട്ട് വന്ന് നിൽക്കുന്നത് നമുക്ക് ഫീൽ ചെയ്തത്. എനിക്ക് പല സിറ്റുവേഷനിലും അങ്ങനെ തോന്നിയിട്ടുണ്ട് കേട്ടോ. എനിവേ എന്തായാലും നിങ്ങളെല്ലാം ഏഞ്ചൽസ് ആണ്. ഓക്കെ. അപ്പം അടുത്ത പാട്ടിലേക്ക് പോകാം. ഏത് പാട്ടാ? അടുത്തതൊരു ഫാസ്റ്റ് നമ്പർ ആണ്. മയിലാട്ടം എന്ന് പറഞ്ഞ മൂവിയിലെ സുജാത മാം പാടിയത് മാമഴയിലെ എന്ന് പറഞ്ഞൊരു പാട്ട്. സൂപ്പർ പാട്ടാ. പക്ഷേ ജെമിക്ക് ഇങ്ങനെയുള്ള പാട്ടുകൾ നല്ല സ്യൂട്ടായിരിക്കും കേട്ടോ. ഒന്ന് കേട്ട് നോക്കട്ടെ എന്തായാലും. ഞാൻ ഈ പാട്ട് എന്റെ ഫസ്റ്റ് ടൈം ആണ് പാടുന്നത്. ട്രൈ ചെയ്തിട്ടില്ല. എന്നാലും എല്ലാം ഒരേ മൂഡിൽ പോകുന്ന രസമില്ലല്ലോ. അതുകൊണ്ട് എനിക്ക് തോന്നുന്നു ജെമിയുടെ വോയിസിന് എനിക്ക് കുറച്ചുകൂടെ ഇങ്ങനെയുള്ള ഒരു പെപ്പി സോങ്സ് ഒക്കെ ഉണ്ടല്ലോ, ഇങ്ങനെ ഫാസ്റ്റ് നമ്പേഴ്സ് വിത്ത് മെലഡി. നമുക്ക് നോക്കാം. ശരി. മഴയിലെ പൂവേലി
പാട്ടറിയോ? ഹിറ്റ്ലർ ഫിലിമിലെ പാട്ടറിയോ? ഏതാ? അക്കരെ നിക്കണ ചക്കരമാ, അതാ പാട്ടറിയോ? ടങ് ട്വിസ്റ്റിംഗ് പ്രശ്നമുണ്ട്, അറിയാം. അത് പറ്റിയ പാട്ടാട്ടോ. അല്ല, ഒന്ന് ട്രൈ ചെയ്യണം. നല്ല രീതിയിൽ ട്രെയിൻ ചെയ്തെടുക്കണം എനിക്ക്. അത് സ്ലോയിൽ പഠിച്ചിട്ടങ്ങ് പഠിച്ച പാടിയത്, പക്ഷെ അത് പറ്റിയ പാട്ടാ വോയിസിന്. കറക്റ്റാണ് ഞാൻ പറഞ്ഞത്. ആ ഒരു വോയിസ് അതെങ്ങനെയാണ് കിടക്കുന്നത്. അടിപൊളി പാട്ടുകൾ, ചില വിത്ത് മെലോഡിയുള്ള പാട്ടുകൾ പാടാൻ നല്ല പറ്റിയ വോയിസ്. ഈ പാട്ടൊന്ന് ട്രൈ ചെയ്യണം കേട്ടോ. ഞാൻ പറഞ്ഞു എൻ്റെ ഒരു ആഗ്രഹം, പാടി അയച്ചു തരുമോ? ഓ, അയച്ചു തരാം. എനിവേ, അടുത്ത പാട്ടിലേക്ക് പോവാം. ഓക്കെ, അടുത്തത് നമ്മുടെ ഒരു എവർഗ്രീൻ സോങ് ആണ്. ചിത്ര ചേച്ചി പാടിയ മെയ് മാസ പുലരിയിൽ എന്ന് പറഞ്ഞ പുലർക്കാല സന്ധ്യ. ഇത് അങ്ങനെ ആരും പാടിയിട്ടില്ല കേട്ടോ. അതെ, അത് ഞാൻ ആദ്യമായിട്ട് പാടുന്നത് തന്നെയാണ്, എങ്കിലും എനിക്കിഷ്ടമാണ്. എപ്പോഴോ ആരോ, എനിക്ക് തോന്നുന്നു അബുദാബിന്ന് ഷിബു ആണെന്ന് തോന്നുന്നു, ഈ സോങ് ചോദിച്ചിട്ടുണ്ടായിരുന്നു. പുലർക്കാലം, അത് അന്നത്തെ ഗസ്റ്റിന് അങ്ങനെ അറിയില്ലായിരുന്നു. 4 വരിയോ 2 വരിയോ കണ്ടേ പാടിക്കൊടുത്തുള്ളൂ. എന്നാലും ഇത് ആരാണോ ചോദിച്ചത് അദ്ദേഹത്തിന് ഡെഡിക്കേറ്റ് ചെയ്യാണ്. പുലർക്കാല സുന്ദര. ഓക്കെ, ശരി. അതെ, പുലർക്കാല സുന്ദര സ്വപ്നത്തിൽ ഞാനൊരു പൂമ്പാറ്റയായിരുന്നു മാറി. വിണ്ണിലും മണ്ണിലും പൂവിലും പുല്ലിലും വർണ്ണച്ചിറകുമായി പാറി. പുലർക്കാല സുന്ദര സ്വപ്നത്തിൽ ഞാനൊരു പൂമ്പാറ്റയായിരുന്നു മാറി. ശ്യാമള നീലനഭസ്വരു ചാരു സരോവരമായി. ശ്യാമള നീലനഭസ്വരു ചാരു സരോവരമായി. ചന്ദ്രനും സൂര്യനും താരാഗണങ്ങളും ഇന്ദീവരങ്ങളായി മാറി. ചന്ദ്രനും സൂര്യനും താരാഗണങ്ങളും ഇന്ദീവരങ്ങളായി മാറി. പുലർക്കാല സുന്ദര സ്വപ്നത്തിൽ ഞാനൊരു
ഷോ വൈൻഡപ്പിലേക്ക് പോകണം. താങ്ക് യു സോ മച്ച്